കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട വാർത്ത നമ്മളെല്ലാവരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നതാണ്. കോഴിക്കോട് സ്വദേശി ദീപക് എന്ന 42-കാരൻ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു. കാരണം സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോയും അതിനു പിന്നാലെ നടന്ന ക്രൂരമായ സൈബർ വിചാരണയും. ഒരു വീഡിയോ കണ്ടാലുടൻ നമ്മളിൽ പലരും ജഡ്ജിമാരാകും. സത്യമെന്താണെന്ന് അറിയാൻ കാത്തുനിൽക്കാതെ കമന്റ് ബോക്സുകളിൽ നമ്മൾ വിധിയെഴുതും. ഒരാളെ അപമാനിക്കുമ്പോൾ അത് അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും ജീവിതമാണ് തകർക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ദീപകിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. നിയമം കയ്യിലെടുക്കാനും ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്താനും ആർക്കും അവകാശമില്ല. നമുക്ക് ഇതിനൊരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിനു മുൻപ് ഒന്ന് ചിന്തിക്കുക. സത്യമാണോ എന്ന് പരിശോധിക്കുക. വൈറലാകാൻ വേണ്ടി എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാവാം അവ. നിയമത്തിന് വിടുക. പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വിചാരണ നടത്തരുത്. സൈബർ ആക്രമണം നിർത്തുക. നിങ്ങളുടെ ഒരു കമന്റ് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടേക്കാം. മരണത്തിന് ശേഷമുള്ള സഹതാപത്തേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന നീതിയാണ്. ഇനി ഒരു ദീപക് കൂടി നമുക്കിടയിൽ ഉണ്ടാകരുത്. ഈ സൈബർ ഗുണ്ടായിസം നമുക്ക് ഒരുമിച്ച് നിർത്താം. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനത്തെ ഒരു സംഭവം ഇതില്ല. അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. അവൻ്റെ ക്യാരക്ടർ ചെറുപ്പമൊന്നുമില്ല. ഞങ്ങൾ 4 സുഹൃത്തുക്കൾ അങ്ങനെ ഇത്തരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ അത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു. കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല. പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയർ. സൈക്കോളജി പറയുന്നത് അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്.